ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ വീണ്ടും ജുദാക്കതലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നല്ല പള്ളിപ്പെരുന്നാൾ ആളുണ്ട്, ഫുൾ തിരക്കാണ്. ഇന്നലെ പീസായിരുന്നു. നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞായിരുന്നു ഇവിടെ ഇറക്കത്തില്ല, കാരണം ഇന്നലെ എന്തോ 3-4 പേരുടെ ഫോൺ എന്തോ ഇവിടെ പോയി എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് നോക്കി ഇവിടെ എന്തൊരു തിരക്കാന്നുണ്ട്. വി റീച്ച് ജുദാക്കത്തല. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ കുറച്ചധികം ആളുകളുണ്ട്. എല്ലാവരും ഐസിൽ തെന്നി കളിക്കുന്നു, ഐസ് എടുത്തെറിയുന്നു, മേലേം താഴോട്ട് തെന്നി വരുന്നു. വിവിധ കലാപരിപാടികളിൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ നോക്കാം, എന്റെ പുള്ളി അവിടെ നിന്ന് ഇപ്പൊ തെന്നി ഇറങ്ങാൻ പോകണ. അതെ, അവിടെ ഇന്നലത്തെ ഒരു അവസ്ഥയാണ്. ഇന്നലെ പറഞ്ഞാൽ ആരും ഇല്ലായിരുന്നു, നമ്മൾ 4 പേരെ ഉള്ളായിരുന്നു. ഇത് പറഞ്ഞ ഒരുമാതിരി പള്ളിപ്പെരുന്നുള്ള അവസ്ഥയാണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ വെള്ളം കാണും. ഇവിടെ ആക്ച്വലി ഭയങ്കര തിന്നാണ് ഐസ്. ഈ സൈഡിലോട്ട് വന്നത് ബ്രേക്ക് ചെയ്യും. ഇവിടെ അവിടെ കുഴപ്പമില്ല, ആളുകൾ നിൽക്കുന്ന സൈഡ്. എന്താണ് ഈ ഫ്രോസൺ ലേക്കിനെ പറ്റി പറയാനുള്ളത്? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു തടാകത്തിന് മണ്ടയ്ക്ക് ഇങ്ങനെ കയറി നിൽക്കാന്നൊക്കെ പറഞ്ഞ മലയുടെ പൊക്കത്ത് ഇത്രയും വലിയ തടാകം. ചേമ്പ്ര പീക്ക് ഇതുപോലെ ആണോ? പക്ഷെ ഫ്രോസൺ അല്ലല്ലോ. ഫ്രോസൺ അല്ല. നമുക്ക് കുറച്ച് മലയാളി ഓഡിയൻസ് ആണ് വരുന്നത്, അപ്പം മലയാളത്തിൽ പറയാൻ നല്ലതായിരിക്കും. ആക്ച്വലി നമ്മള് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കണ്ട ഒരു കാഴ്ച നല്ല ലേക്കാണ്. നല്ല ലേക്കാണ്. അതെ, ലേക്ക് ശശിയാണ്. പിന്നെ ഫുഡ് മാഗി ഉണ്ട്, കോയമുട്ടയുണ്ട്. 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഫ്രോഡാണ്. കാര്യമില്ല, നമുക്ക് വിഷയാവുന്നില്ല അത്. ഇവിടെ ബാക്കി ടീമിനെ കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും കാണുന്ന പറയണം കേട്ടോ. അവന്റെ അറ്റത്ത് കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചാ അറ്റത്ത് വെള്ളം. അങ്ങോട്ട് പോയിട്ട് റിസ്ക്കാണ്. നമ്മളെ ഇന്നലെ അവിടെ 3/4 ഭാഗം വരെ പോയിരുന്നു. ഇപ്പൊ ടാസ്ക് ആണ്. എന്താ കഥ? നല്ല കഥയാണ്. ഇവർ പോലും അറിയാത്ത ഇവർക്ക് പോലും അറിയില്ല. വീഡിയോ എടുക്കുന്നത് ആദ്യം പറഞ്ഞ കഥ കിട്ടില്ല. വിജയേട്ട വയറലായി. അല്ല വിജയേട്ടാ, ഈ ലേക്കിന്റെ ഈ തടാകത്തിന്റെ ഐതിഹ്യം എന്താണ്? കേദാർഗണ്ഡ എന്ന് പറഞ്ഞ ഒരു വലിയ രാജകുടുംബമുണ്ട്. അവിടുത്തെ രാജകുമാരി കുളിക്കാൻ വരുന്ന കുളമായിരുന്നത്. അപ്പോ ഭടന്മാരെല്ലാം ഇവിടെ ചുറ്റും നിൽക്കും, പക്ഷെ അവര് ഇങ്ങോട്ട് തിരിയില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. മനസ്സിലാക്കണം, രാജകുമാരിയാണല്ലോ. പിന്നെ അങ്ങനെയാണ് മറ്റേ കാശ്മീരിലെ രാജകുമാരി ഇതിലൊരു ദിവസം മറ്റേ പടയോട്ടത്തിന് വന്നതാണ്. പടയോട്ടം ഈ രാജ്യം കീഴടക്കാൻ മുമ്പാലമണ്ടയ്ക്ക് കൂടെ പടയോട്ടത്തിന് അന്ന് ഷിംല വഴി ഒരു വഴി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പോഴേക്കും രാജകുമാരി കുളിക്കണം കണ്ട് സെറ്റായി. ഇത് സെറ്റായി. പിറ്റേ ദിവസം കല്യാണം. യുദ്ധം അവസാനിച്ചു. രണ്ട് രാജ്യം ഒന്നായി. അതാണ് ജുദാക്കത്തലപ്പിന്റെ സ്റ്റോറി. നിങ്ങൾ പണ്ട് വിളിക്കാത്ത കൂടെ നടന്നിരുന്നോ? ഇവിടുത്തെ ഒരു വ്യൂ. ഇതാണ് ജുദാക്കത്തലപ്പിന്റെ വാട്ടറുള്ള പോർഷൻ. നമ്മൾ അതിന്റെ അടുത്തെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, എത്രയും വരെയുള്ള ഐസ്. അതിന് ഇപ്പുറത്ത് നല്ല വെള്ളമാണ്, കുറെ അഴുക്കൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ.